ഹലോ, വെൽക്കം ടു ഗോൾഡൻ ഡയറി. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടുകളിലെല്ലാം സുലഭമായി കാണുന്ന റംബുട്ടാനെ കുറിച്ചാണ്. നല്ല മധുരമുള്ളതും ഫ്ലഷ് ഉള്ളതുമായ റംബുട്ടാനാണ്. നിങ്ങൾക്കറിയോ, ഈ റംബുട്ടാൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് തെക്ക് കിഴക്കൻ ഏഷ്യയിലാണ്. മലേഷ്യയിലും ഇന്തോനേഷ്യയിലും തായ്ലൻഡിലുമാണ് ഇത് കൂടുതലായി കൃഷി ചെയ്തിരുന്നത്. പിന്നീട് അത് ശ്രീലങ്ക, ഫിലിപ്പീൻസ്, ഇന്ത്യയിലോട്ട് വ്യാപിച്ച് ഇപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലും സുലഭമായി ഉണ്ടാകുന്നു. റംബുട്ടാൻ കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രതിരോധശേഷി കൂട്ടുവാനും വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. സ്കിന്നിനും ഡൈജഷനും ഒക്കെ വളരെ നല്ലതാണ്. വളരെ കാലറീസ് കുറവുമാണ്. ഇത് റോംഗ്രിയൻ എന്ന് പറയുന്ന ഒരിനമാണ്. നല്ല വലിപ്പം വയ്ക്കും. നല്ല മധുരമുള്ള ഫ്രൂട്ടാണ്. അതിൻ്റെ ഫ്രൂട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചാണിത്. നല്ല മധുരവും നല്ല വലിപ്പമുണ്ട്. നല്ലൊരു ഇനമാണിത്. നമ്മൾക്ക് വീട്ടിൽ വെച്ചാലൊരു 2 വർഷം കഴിയുമ്പോഴത്തേക്കും കായ്ക്കുകയും ചെയ്യും. ഇവിടെ 2ാമത്തെ വർഷമായപ്പോഴത്തേനും കായ്ച്ചായിരുന്നു. നല്ല മധുരമുള്ള ഫ്രൂട്ടാണ്. റംബുട്ടാൻ്റെ തന്നെ വേറൊരു ഇനമാണിത്. ഇത് E35 യെല്ലോ എന്ന് പറയും. യെല്ലോ കളറാണിത്. പഴുത്ത് കഴിഞ്ഞാലും ഇതിൻ്റെ തൊണ്ടിനെല്ലാം യെല്ലോ കളറാണ്. ഫ്രൂട്ടിന് റോൺഗ്രീൻ്റെ ഫ്രൂട്ടിനേക്കാളും അല്പം വലുപ്പം കുറവാണ്. പക്ഷേ നല്ല മധുരമാണ്. നല്ല മധുരവുമാണ്, നല്ല ടേസ്റ്റുമാണ്. ഒത്തിരി ഉണ്ടാവുകയും ചെയ്യും. ഇതിവിടെ ഇന്ന് പറിച്ചതാണിത്. ഇത് സീസർ എന്ന് പറയുന്ന ഒരു വലിയ ഇനത്തിൽപ്പെട്ട റംബുട്ടാനാണ്. ഇതിൻ്റെ ഫ്രൂട്ടിന് നല്ല വലിപ്പമാണ്. ഇതും വലിയ ഫ്രൂട്ടാണ്. നല്ല ഫ്ലഷ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മുള്ളിന് ഒരു പച്ച നിറമാണ്. റംബുട്ടാന് നല്ല വലിപ്പമുണ്ട്, ടേസ്റ്റുമാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.